സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ നമ്മുടെ രേണു സുധിയും ടീമും പുതിയ ഉടായ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉടായ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ കൂട്ടിന് ദാസേട്ടും കോഴിക്കോടും ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ പുതിയൊരു റീലാണ്. ഈ റീൽ എന്ന് പറഞ്ഞാൽ പണ്ട് ദാസേട്ടന്റെ കൂടെ അഭിനയിച്ചത് പോലെയുള്ള കെട്ടിമാറയിലല്ല കേട്ടോ. അതിന് പിന്നെയും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് അതുക്കും മേലെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ നട റോട്ടിൽ വെച്ചുള്ള ഒരു റീലാണ്. ഈ പറഞ്ഞ രേണു സുധിയും ദാസേട്ടനും കോഴിക്കോടും തമ്മിൽ നട റോട്ടിൽ വെച്ച് എന്തോ ആൽബം ചിത്രീകരിക്കുകയായിരുന്നു. നല്ല തിരക്കുള്ള റോഡാണ്. അതിന്റെ ഇടയിൽ കൂടെ കയറി വന്ന ഒരാൾ തെറി വിളിക്കുന്ന ഒരു റീലാണ്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ശരി, സെന്ററിൽ കൂടെ കയറി പോകരുതെന്ന് പറയാൻ പബ്ലിക് റോഡ് തന്റെ തന്തേനെ വകുന്നില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞല്ല, കമന്റ് ബോക്സിൽ ചില ആളുകൾ പറഞ്ഞതാണ്. എന്തായാലും ഈ റീലിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ പൂര തെറിവിളിയാണ് സ്വാഭാവികം. കാരണം തെരുക്കുള്ള റോഡിന്റെ നടുവിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞാൽ തെറി പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആരാണെന്ന് അറിയോ? രേണു സുധി എന്നാണ്. അല്ലാണ്ട് വേറെ ഓൺലൈൻ ചാനലിൽ വന്ന വീഡിയോ ഒന്നല്ല കേട്ടോ. രേണു സുധി തന്നെ സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. അതെങ്ങനെ ശരിയാകും? നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് രേണു സുധിക്ക് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് അല്ലെ? കാരണം രേണുവും ദാസേട്ടനും കൂടി ഒരു പബ്ലിക് ന്യൂസൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാണെങ്കിൽ അത് രേണു സുധിക്ക് തന്നെയാണ് നാണക്കേട് അല്ലെ? അങ്ങനെ ഇരിക്കെ തന്നെ രേണു സുധി തന്നെ ഈ വീഡിയോ സ്വന്തം ചാനലിൽ പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? ലോജിക്കലി അതെങ്ങനെ ശരിയാകും അല്ലെ? ഇതന്നെയാണ് വീഡിയോ കണ്ടപ്പോൾ ഞാനും തലകുത്തി മറിഞ്ഞ് ആലോചിച്ച് നോക്കിയത്. ഒന്നും വേണ്ട, നമ്മളാണെങ്കിൽ ഈ പരിപാടി ചെയ്യും. നമ്മൾ പബ്ലിക്കിൽ നട റോട്ടിൽ വെച്ച് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടി. അത് കണ്ട് കുറച്ച് ആളുകൾ നമ്മൾ തെറി പറഞ്ഞു. അത് ആരോ വീഡിയോ ഷൂട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് പുറത്ത് വരാതിരിക്കാനല്ല നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഇവരെന്നെ ഇത് പബ്ലിക് ആക്കുക. എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലേ. ഇനിയിപ്പോ റീച്ച് കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്? അല്ല, ഇപ്പൊ നിലവിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ട്രെൻഡ്. നല്ല കാര്യങ്ങൾ ചെയ്ത് വ്യൂസ് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കത്തി കയറുക ഇമാതിരി ഊളത്തരങ്ങൾ കാണിച്ച് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും അല്ലെ? ഇനിയിപ്പോ അത് മനസ്സിൽ വെച്ചിട്ടാണ് രേണു സുധി തന്നെ തന്റെ സ്വന്തം ചാനൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. 4 തെറി കേട്ടാൽ എന്താ അക്കൗണ്ടും പോസ്റ്റും റീച്ച് ആവല്ലോ. ഇനി അത് വിചാരിച്ചിട്ടാണ് രേണു സുധി ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഞാൻ തിരിച്ചും മറിച്ചും തലകുത്തിയൊക്കെ ആലോചിച്ച് നോക്കി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റാരുടെയും വീഡിയോ ഇല്ല, രേണു സുധിയോടൊപ്പം ഈ റീലിലുണ്ടായിരുന്ന ദാസേട്ടൻ കോഴിക്കോടിന്റെ വീഡിയോ ആണ്. പുള്ളിക്കാരൻ ഈ സംഭവത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നതാണ്. എന്തായാലും ആശാന് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയണല്ലോ അല്ലെ? കണ്ടോക്കാം. ചങ്കള നമസ്കാരം. ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള 2 പേര് ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച 2 പേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ പറ. അപ്പൊ ഇതാണല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണിത് അല്ലേ? വെറുതെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച് ഇപ്പൊ രേണു സുധിയിലൊക്കെ തെറി പറഞ്ഞവരാരായി? അതന്നെ. എന്തായാലും ഇത് വേണ്ടായിരുന്നു ദാസേട്ടാ. ഇതൊരുമാതിരി ആൾക്കാരെ പറ്റിക്കുന്ന ഏർപ്പാടായി പോയി. ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിക് ആക്കുന്ന സമയത്ത് താഴെ ഒരു ക്യാപ്ഷനെങ്കിലും കൊടുക്കാമായിരുന്നു ഇതൊരു ആൽബത്തിന്റെ ഭാഗമാണെന്നുള്ളത്. ഇതൊരുമാതിരി മോശം ഏർപ്പാടായി പോയി ഉള്ളത് പറയാലോ അല്ല? രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ പരിപാടി ഒന്നല്ല. മുമ്പ് മനു ഗോപിനാഥ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഫോട്ടോഷൂട്ട് രേണു സുധി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും. അന്ന് മനു ഗോപിനാഥും രേണു സുധിയും കൂടി പൂമാലൊക്കെ ഇട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കൊടുത്ത ക്യാപ്ഷനാണ് എന്താണ്? ഇവർ വിവാഹിതരായ ഒന്നായിരുന്നു. ആ പോസ്റ്റ് കണ്ട എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അല്ലെ? രേണു സുധി 2ാമത് വിവാഹം ചെയ്തു എന്നായിരുന്നു എല്ലാവരും ആ പോസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചത്. കാരണം ഇന്റർവ്യൂകൾ മുഴുവൻ രേണു സുധി കയറിറങ്ങി പറഞ്ഞ കാര്യം എന്താണ്? സുധിച്ചേട്ടന്റെ മരണശേഷം ഞാൻ ഇനി മറ്റൊരു വിവാഹം കഴിക്കില്ല, സുധിച്ചേട്ടന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിക്കുമെന്നൊക്കെ ആയിരുന്നു അല്ലെ? അങ്ങനെ പറഞ്ഞ ആള് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാണ്ട് വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി പോയി. ആ പോസ്റ്റ് കണ്ട എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ രേണു സുധി തന്നെ അത് വന്ന് പബ്ലിക്കിൽ റിവീൽ ചെയ്ത് ഇത് ശരിക്കും കല്യാണം കഴിഞ്ഞതല്ല, ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ആയിരുന്നു, ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണെന്നുള്ള രീതിയിൽ. ഇത് കേട്ട ജനങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രേണു സുധിക്ക് പൂര തെറിവിളിയായിരുന്നു അല്ലേ? അന്ന് രേണു കേട്ട ആ തെറി
പറയാത്താണ് നല്ലത്. പിന്നീട് ഈ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് രേണുസുതി പല ചാനലുകളിലും പോയി ഇന്റർവ്യൂകളൊക്കെ കൊടുത്ത് എക്സ്പ്ലനേഷൻ നൽകാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും അതൊന്നും വില പോയില്ല. കാരണം അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിലൂടെ ജനങ്ങളെ രേണുസുതിക്ക് ആ ഫോട്ടോഷൂട്ട് വലിയ രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അല്ലെങ്കിലേ രേണുസുതിക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്. മരിച്ച സുധിച്ചേട്ടനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു, സുധിച്ചേട്ടനെ പറയിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആയപ്പോ കുശാലായി. രേണുസുതി പിന്നെ എയറിൽ കിടന്ന് പറക്കായിരുന്നു. അന്ന് രേണുസുതി എയറിലായ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. രേണുസുതി ഒരു പാവം പിടിച്ച പെണ്ണാണ്. സ്വന്തം ഭർത്താവിന്റെ മരണശേഷം വരുമാനത്തിന് നിവർത്തിയില്ലാത്തൊരു സ്ത്രീ അവരെന്തെങ്കിലും ഷൂട്ടിലൊക്കെ അഭിനയിച്ച് ഒരു 6 രൂപ അവർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന്. പക്ഷെ അന്ന് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ആരൊക്കെയോ രേണുസുതിയെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് രേണുസുതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ അത് രേണുസുതിയുടെ അധപ്പതനമായിരിക്കുമെന്ന് നമ്മൾ ഇന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനിയും താങ്കളെ പറ്റിക്കുന്നവരെ രേണുസുതി തിരിച്ചറിയുന്നില്ല എങ്കിൽ രേണുസുതിയുടെ നാശത്തിലേക്കായിരിക്കും അത് കൊണ്ടു ചെന്നെത്തിക്കുക. പക്ഷെ എന്തുകൊണ്ട് രേണുസുതിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല? പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ക്രെഡിബിലിറ്റി ഒന്നും വിഷയമല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ച് കാലങ്ങളായി ചില ആളുകളുടെ രീതി അതാണല്ലോ. സ്വന്തം ക്രെഡിബിലിറ്റിയെക്കാളും പലർക്കും ഇപ്പൊ വലുത് റീച്ചാണ്. എന്ത് കോപ്രായം കാണിച്ച് സ്വന്തം വില കളഞ്ഞാലും വേണ്ടില്ല, റീച്ച് മുഖ്യം പിക്കില്ലേ എന്ന രീതിയിലാണ് ഇപ്പൊ പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇവർ എന്തും കാട്ടിക്കൂട്ടാൻ തയ്യാറാണ്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണല്ലോ ഇവിടുത്തെ ഫാമിലി വ്ളോഗേഴ്സ്. നമ്മൾ ഈ ചാനൽ ഒരുപാട് വട്ടം ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്വന്തം അകത്തളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ പബ്ലിക് ആക്കിക്കൊണ്ട് റീച്ച് എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തിലെ പ്രൈവസിയേക്കാളും ക്രെഡിബിലിറ്റിയേക്കാളും അവർക്ക് വേണ്ടത് റീച്ചാണ്. നമ്മൾ എത്രയോ അത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ലെവലിലേക്ക് തന്നെ രേണുസുതി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല. ഇപ്പൊ വന്ന് 4 തെറി കേട്ടാലും വേണ്ടില്ല, റീച്ച് മതി എന്ന രീതിയിലേക്കാണ് രേണുസുതിയുടെ പോക്ക് പോകുന്നത്. എന്തോ ഒരു സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടുകൂടി വന്നൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം നിലയേക്കാളും വിലയേക്കാളും പലർക്കും ഇപ്പൊ വേണ്ടത് റീച്ചാണ്. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ അല്ലേ? എന്തായാലും ഇപ്പൊ ഈ രേണുസുതി കാണിച്ചത് വളരെ മോശം പരിപാടിയായി പോയി. ഇത് ആദ്യത്തെ തവണ അല്ലേ രേണുസുതി ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്, രേണുസുതിയെ വിശ്വസിക്കുന്നവരെ മണ്ടന്മാരാക്കുന്നത്. ഇത് പറ്റിച്ച് ഇത് എങ്ങോട്ടാണ് രേണുസുതിന്റെ പോക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണുന്ന സമയത്ത് മറ്റേ പുലി വരുന്നതെന്ന് പറയുന്ന ഒരു കഥ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിപ്പോ ഇങ്ങനെ കുറെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ശരിക്കും രേണുസുതിക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് അതും പറ്റിക്കലാണെന്ന് വിചാരിച്ച് ജനങ്ങൾ തിരിഞ്ഞു നോക്കിക്കോ. അതായിരിക്കും ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും മോശം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. പക്ഷെ ജനങ്ങൾ ഇങ്ങനെ പറ്റിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് രേണുസുതി ഓർത്താ നല്ലത്. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് രേണുസുതിയുമായി റീൽ അഭിനയിച്ചത് കാരണമായിട്ട് പുള്ളിക്കാരന് കുറെ തെറിവിളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു തെറിവിളി ഭയങ്കര അതിര് കടന്ന സമയത്ത് പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ദാസേട്ടൻ കോഴിക്കോട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. ചങ്കട നമസ്കാരം. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ. ഒന്നിനോടും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷേ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും. എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം. എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്താണ്, ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്റെ പ്രിയ ചങ്കോട്. അപ്പം സന്തോഷം. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ കാത്തിരക്ഷിക്കട്ടെ. എന്തായാലും പുള്ളിക്കാരെ വിളിച്ച തെറി ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് കാണിക്കാൻ കൊള്ളാത്ത തെറിയാണ്. ഇങ്ങനെയൊക്കെ തെറി പറയുന്നവനെ കേസ് കൊടുക്കുകയല്ല വേണ്ടത്, വീട്ടിൽ കയറി തല്ലണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ദാസേട്ടൻ കോഴിക്കോടിനോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇനി ഇതല്ല ഇതിനപ്പുറം തെറി കേൾക്കേണ്ടി വരും. എന്തിനാണ് ദാസേട്ടൻ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നിൽക്കുന്നത്? അവസാനം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി കേസ് കൊടുക്കാനേ സമയം കാണത്തുള്ളൂ, വേറെ ഒന്നിനും സമയം കാണില്ല. വെറുതെ എന്തിനാണ് ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരും കൂടി തെറി കേൾപ്പിക്കുന്ന പരിപാടി എടുക്കാൻ നിൽക്കുന്നത്? ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണുസുതിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രവും രേണുസുതിയും തമ്മിലുള്ള ബോണ്ട് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പെർഫ്യൂം സുധിച്ചേട്ടന്റെ മണമുള്ള പെർഫ്യൂം ആരും മറന്നു കാണില്ലല്ലോ അല്ലെ. എന്തായാലും ലക്ഷ്മി നക്ഷത്ര കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഓളെ മീഡിയസ് എല്ലാവരും കൂടി വളഞ്ഞുകൊണ്ട് രേണുസുതിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമുള്ള ലക്ഷ്മി നക്ഷത്രയോട് മറുപടി ഒന്ന് കേട്ടോക്കാം. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ, ആ ഫേസ് ഒന്ന് കാണിക്കൂ. എനിക്ക് ഇതല്ലേ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷൻ അല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കറാണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഇറങ്ങിക്കോട്ടെ. ഓക്കെ, നല്ല അണ്ണാക്കിലുള്ള മറുപടിയാണ് കൊടുത്തത് അല്ലേ. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറി ചെന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഓൺലൈൻ മീഡിയക്കാർക്ക് ഇതിൽ നല്ല മറുപടി കൊടുക്കാനില്ല. പക്ഷെ രേണുസുതിയെ കുറിച്ച് പറഞ്ഞത്, അവരുടെ കണ്ടന്റ്, അവരുടെ ചാനൽ, അവരുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞത് ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ. പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ നിൽക്കരുത്. അവരിൽ വിശ്വാസം അർപ്പിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ജനങ്ങൾ ഇങ്ങനെയല്ലേ ചിന്തിക്കുക. അവരുടെ ഇഷ്ടം, അവരുടെ കണ്ടന്റ്, അവരുടെ ജീവിതം എന്ന് ജനങ്ങൾ നല്ല പൂര തെറി പറയും. പണ്ട് സ്വന്തം അമ്മ പ്രസവിച്ചു എന്ന തമ്മിലും കൊടുത്ത് വീട്ടിലെ പട്ടിക്കുട്ടി പ്രസവിക്കുന്ന വീഡിയോ കാണിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയത് ലക്ഷ്മി നക്ഷത്രം
മറന്നു കാണില്ലല്ലോ അല്ലെ, അന്ന് കിട്ടിയ പൊങ്കാലൊന്നും മറന്നു കാണില്ലല്ലോ അല്ലെ. അതിനുശേഷം ലക്ഷ്മി നക്ഷത്രം ഡീസന്റ് ആയി. എന്തായാലും ആ അനുഭവങ്ങളൊക്കെ ചേർത്ത് ഒന്ന് രേണുസുതിയെ ഉപദേശിക്കുന്നത് നന്നായിരിക്കും. ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ നിന്നാൽ ഇതുപോലെ ആയിരിക്കില്ല ജനങ്ങൾ പ്രതികരിക്കുക, കുറച്ചും കൂടി രൂക്ഷമായിട്ടായിരിക്കും. അത് ഒരു പക്ഷേ രേണുസുതിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അല്ല, സൈബർ അറ്റാക്കിനെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇതത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.